അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, ഇസ്ലാം പ്രകൃതിയുടെ മതമാണ്. ഇസ്ലാമിലെ എല്ലാ നിയമങ്ങളും മനുഷ്യൻ്റെ സ്വാഭാവിക അവസ്ഥയായ ഫിത്രത്തിനോട് യോജിക്കുന്ന രൂപത്തിലായിരിക്കും എന്നത് ഇസ്ലാമിൻ്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷതയാണ്. ആ ഫിത്രത്തിനെതിരാകുന്ന മനുഷ്യ പ്രകൃതിയോട് വിരുദ്ധമാകുന്ന ഒരു നിയമവും ഇസ്ലാമിക പ്രമാണങ്ങളിൽ കാണാൻ സാധിക്കുകയില്ല എന്നത് പൊതുവിൽ അറിയപ്പെട്ട ഒരു കാര്യമാണ്. ഈ ഒരു വിഷയം നമ്മൾ പരിഗണിക്കുമ്പോൾ ഒരു മനുഷ്യന് തൻ്റെ ജന്മനാടിനോടുള്ള സ്നേഹം അത് മനുഷ്യൻ്റെ ഹൃദയത്തിൽ ത്വബീഇയായി പ്രകൃതിപരമായി ജനിക്കുന്ന ഒരു വികാരമായി കണക്കാക്കപ്പെടുന്നതാണ്. ഈ സ്നേഹം അഥവാ ജന്മനാടിനോടുള്ള സ്നേഹം അതിനെ നിരാകരിക്കുന്നത് മനുഷ്യൻ്റെ ഫിത്രത്തിനെയും പ്രകൃതിയെയും ഒക്കെ നിഷേധിക്കുന്നതിന് തുല്യമാണ്. ഇത് ഇസ്ലാമിക പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. എന്നാൽ സഹോദരങ്ങളെ, സമീപകാലത്ത് അറബ് നാടുകളിൽ ഇഖ്വാനുൽ മുസ്ലിമൂൻ പല രാജ്യങ്ങളിലും കുഴപ്പങ്ങൾ സൃഷ്ടിച്ചതിൻ്റെ സ്വഭാവം പരിശോധിച്ചാൽ അവർ പരിശുദ്ധ ഖുർആനും ഹദീസുകളുമൊക്കെ തെറ്റായി ഉദ്ധരിച്ചുകൊണ്ട് നാട്ടിലെ ഭരണകൂടത്തോടും ഭരണവ്യവസ്ഥയോടുമൊക്കെ ജനങ്ങൾക്കിടയിൽ വെറുപ്പുണ്ടാക്കി മാറ്റി അതിൻ്റെ ഫലമായി പല രാജ്യങ്ങളുടെയും ഭദ്രത നഷ്ടപ്പെടുത്തിക്കൊണ്ട് രാജ്യങ്ങൾ തന്നെ തകർന്നു പോകുന്ന അവസ്ഥയിലേക്ക് നീങ്ങിയത് നമ്മൾ ഈ അടുത്ത കാലത്തൊക്കെ കണ്ട കാഴ്ചയാണ്. ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ആ നാട്ടിലെ ജനങ്ങളെ എത്തിച്ചതിൽ ഇഖ്വാനുൽ മുസ്ലിമൂൻ നടത്തിയ പങ്ക് വളരെ വലുതാണ്. മതത്തിൻ്റെ പേരിൽ ഒരു നാടിനോടുള്ള വെറുപ്പ് വളർത്തുന്ന ചിന്താഗതി ഉണ്ടാക്കിയെടുത്ത് ഇസ്ലാമിക പ്രമാണങ്ങളോട് വൈരുദ്ധ്യമുള്ളതാണ് ആ രാജ്യത്തിൻ്റെ നിലപാടുകൾ എന്ന ആശയം വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ട് രാജ്യനിവാസികളെ തമ്മിൽ ഭിന്നിപ്പിക്കുന്ന, രാജ്യങ്ങളെയും സമൂഹങ്ങളെയും തകർക്കുന്ന പ്രവർത്തനങ്ങൾ ഇഖ്വാനികൾ ബോധപൂർവമായി ഉണ്ടാക്കിയെടുത്തത് രാജ്യസ്നേഹം അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് അടർത്തിക്കളയാനുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു കാര്യം വളരെ മനോഹരമായി ഒരു ദർസിൽ ഷേഖ് സാലിഹ് ബിൻ അബ്ദുൽ അസീസ് ആലു ഷേഖ് ഹഫിദുള്ള അദ്ദേഹം ഈ കാര്യം വിശദീകരിക്കുന്നുണ്ട്. ആ പ്രസംഗത്തിൻ്റെ മുഴുവൻ ഭാഗവും എൻ്റെ ഈ സംസാരത്തിൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ലഭ്യമാക്കിയിട്ടുണ്ട്. അവിടെ ഷേഖ് സാലിഹ് ബിൻ അബ്ദുൽ അസീസ് ആലു ഷേഖ് ഹഫിദുള്ള അദ്ദേഹം പറയുകയാണ്, അക്സുൽ ഇന്തിമായിൽ ഉസ്ലത്തു ശുഊരിയ, നാടിനോടുള്ള പ്രതിബദ്ധതയോട് വിരുദ്ധമായത് അത് ഒറ്റപ്പെടലിൻ്റെ മാനസികാവസ്ഥയാണ്. വഫിക്രത്തുൽ ഉസ്ലത്തി ശുഊരിയത്തി ഫിക്രത്തുൻ തുരിഹത്ത് മിൻ ബഅദിൽ ഹറകാത്തി അവി തഹറുകാത്തി അവിൽ ജമാഅത്തിൽ ഇസ്ലാമിയ്യത്തി ഔ ബഅദിൽ ഫസാഇൽ ലിതൻഫീരി മിനൽ ഈജാബിയ്യത്തി ഫിൽ മുജ്തമഇ. അതായത് ഈ ഒറ്റപ്പെടലിൻ്റെ മാനസികാവസ്ഥ എന്ന ആശയം ചില പ്രസ്ഥാനങ്ങളോ ചില മൂവ്മെൻറ്റുകളോ ഇസ്ലാമിക സംഘടനകളോ ചില വിഭാഗങ്ങളോ സമൂഹത്തിലെ പോസിറ്റീവായ ഈജാബിയായ പങ്കാളിത്തത്തെ നിരുത്സാഹപ്പെടുത്തുന്നതിനായി മുന്നോട്ട് വച്ച ആശയമാണ്. ഫയഖൂലൂൻ, അവർ പറയുന്നു, ഹാദാ മുജ്തമഉൻ ഫാസിദുൻ ജാഹിലിയുൻ, ഇതൊരു മോശപ്പെട്ട ഫാസിദായ ജാഹിലിയായ ഒരു സമൂഹമാണ്. വന്നാസു ഫീഹിം വഫീഹിം വഫീഹിം, മനുഷ്യർക്കിടയിൽ പല ന്യൂനതകളും കുഴപ്പങ്ങളുമുണ്ട്. ആളുകൾ ഇങ്ങനെയും 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 ഒക്കെയാണ്. ഫഇശ് ഫീ ഉസ്ലത്തിൻ ശുഊരിയത്തിൻ ഫീ ദാഖിലിക ലസ്ത മിൻഹും, അതുകൊണ്ട് നീ നിന്റെ ഉള്ളിൽ ഒറ്റപ്പെടലിൻ്റെ ആ ഒരു മാനസിക അവസ്ഥയിലാണ് നീ ജീവിക്കേണ്ടത്. നീ അവരുടെ ഭാഗമേ അല്ല. ലാകിൻ ആമിൽഹും, എന്നാൽ അവരുമായി ഇടപഴകുക. വലാകിൻ കുൻ ശുഊരിയൻ മുൻഅസിലൻ, പക്ഷേ മാനസികമായി താങ്കൾ ഒറ്റപ്പെട്ടിരിക്കണം. യഅനി ലാ തശ്ഉറു ബി ഇന്തിമാഇൻ ലഹും, അതായത് അവരോടുള്ള പ്രതിബദ്ധത ഒരിക്കലും താങ്കളുടെ മനസ്സിൽ കടന്നുകൂടരുത്. ഇന്തിമാഉക ഇന്നമാ ഹുവ ലിജമാഅതികൽ ഖാസ്സ, നിങ്ങളുടെ പ്രതിബദ്ധത നിങ്ങളുടെ സ്വന്തം കൂട്ടായ്മയോട് മാത്രമാണ് ഉണ്ടാകേണ്ടത്, നിങ്ങളുടെ സ്വന്തം ഗ്രൂപ്പുകാരോട് മാത്രമാണ് അത് ഉണ്ടാകേണ്ടത്. വഹാദൽ അസ്ലുൽ ഹറകിയു വൽ അസ്ലു ദഅവിയു അല്ലദീ ഹുവ ഫീ ഫിഅത്തിൻ ഖലീലത്തിൻ മുതതർരിഫത്തിൻ ഫിൽ ആലമി മുൻദു ഇദ്ദത്തി ഉഖൂദിൻ, അതായത് ഈ പ്രസ്ഥാനപരമായ ഒറ്റപ്പെടലും പ്രബോധനപരമായ ഒറ്റപ്പെടലുമൊക്കെ കഴിഞ്ഞ പല ദശാബ്ദങ്ങളായി ലോകത്തിലെ ചെറിയ ഒരു തീവ്രവാദ വിഭാഗത്തിലുണ്ടായിരുന്നു. ഹുവല്ലദീ സബ്ബബ വുജൂദൽ അഫ്കാരി തക്ഫീരിയത്തി വതഫ്ജീരിയത്തി വൽഗാലിയത്തി ഫീ ശബാബിൻ കസീരിൻ ഫിൽ ഉമ്മത്ത്, അതായത് ഉമ്മത്തിലെ പല യുവാക്കൾക്കിടയിൽ ചെറുപ്പക്കാർക്കിടയിൽ തക്ഫീരിപരമായ സ്ഫോടനാത്മകമായ
അതിരുകടന്ന ആശയങ്ങൾ വളരാൻ ഇത് കാരണമായി തീർന്നു. ലിദാലിക, അതുകൊണ്ട് തന്നെ ഫലാ തജിദു സൽബിയൻ മൻ യശ്ഉറു ബിൽ ഇന്തിമാ, അതായത് നെഗറ്റീവായി ചിന്തിക്കുന്ന ആരെയും താങ്കൾക്ക് കാണാൻ സാധിക്കുകയില്ല. അഥവാ സ്വന്തമാണെന്ന തോന്നൽ അനുഭവിക്കുന്ന, നാടിനോട് പ്രതിബദ്ധതയുള്ള കാര്യങ്ങളിൽ എതിരായത് കാണുമ്പോൾ നെഗറ്റീവായി ചിന്തിക്കുന്ന ആരെയും താങ്കൾക്ക് അവരിൽ അവിടെ കാണാൻ സാധിക്കുകയില്ല. الذي يعادي الوطن لا بد أن يكون عنده شعور بأنه أمة لوحده, അതായത് രാജ്യത്തോട് വിരുദ്ധമായി ചിന്തിക്കുന്ന, രാജ്യത്തോട് വിരോധം കാണിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം താൻ ഒറ്റക്ക് ഒരു ഉമ്മത്താണ് എന്നൊരു തോന്നൽ അയാളുടെ മനസ്സിലുണ്ടാകും. ഫി ഉസ്ലത്തിൻ ശുഊരിയത്തിൻ, അയാളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുമായി ഇടപഴകിയാൽ തന്നെ ഒറ്റപ്പെടലിൻ്റെ മാനസികാവസ്ഥയിലാണ് അയാൾ ജീവിക്കുന്നത്. ഹത്താ ലൗ ഖാലത്തൻ നാസ്, അവർ ജനങ്ങളുമായിട്ട് ഇടപഴകിയാലും ഒറ്റപ്പെടലിൻ്റെ മാനസികാവസ്ഥയിലാണ് അയാൾ ജീവിക്കുന്നത്. കുല്ലു ഷൈഇൻ മർഫൂദുൻ ഫിൽ അൻവാഇൽ ഇന്തിമാഅത്ത്, അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ പ്രതിബദ്ധതയുടെ എല്ലാ ഇനങ്ങളും എല്ലാ തരങ്ങളും നിരസിക്കപ്പെട്ടതാകുന്നു. ഇല്ലൽ ഇന്തിമാ അൽ വഹീദ ലിഫിയതിഹി വജമാഅതിഹി, എന്നാൽ അയാളുടെ വിഭാഗത്തോടും സംഘത്തോടുമുള്ള പ്രതിബദ്ധത ഒഴികെയുള്ള മറ്റെല്ലാ ബന്ധങ്ങളും നിരസിക്കപ്പെട്ട അവസ്ഥയിലാണ് അയാൾ ഉള്ളത്. സഹോദരങ്ങളെ, സ്വന്തം മാതൃരാജ്യത്തോട് ശത്രുത പുലർത്തുന്ന ഒരാൾക്ക് ആ നാട്ടുകാരുമായിട്ട് അവിടുത്തെ ആളുകളുമായിട്ട് ഉയർന്ന തലത്തിലുള്ള ഉയർന്ന നിലവാരം പുലർത്തുന്ന ഒരു ബന്ധവും ഉണ്ടാവുകയില്ല എന്നാണ്. വൈകാരികമായ ഒരു മാനസികാവസ്ഥയിൽ തീർത്തും സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ട അവസ്ഥയിലായിരിക്കും അവർ ഉണ്ടാവുക എന്നാണ് ഷേഖ് ഇവിടെ പഠിപ്പിക്കുന്നത്. ഈ രൂപത്തിൽ അവരെ മാനസികമായി തയ്യാറാക്കിയെടുത്തത് അവർ ജീവിച്ച ആ രാജ്യത്തെക്കുറിച്ച് നിരന്തരം കുഫ്രിൻ്റെതായ സംസാരം നടത്തിക്കൊണ്ട് ഹാദാ മുജ്തമഉൻ ഫാസിദുൻ ജാഹിലിയുൻ, ഇവിടെയുള്ള ആളുകൾ മോശപ്പെട്ട ഫാസിദുകളായ ജാഹിലുകളായ ആളുകളാണ്. വന്നാസു ഫീഹിം വഫീഹിം വഫീഹിം, മനുഷ്യർക്കിടയിൽ പല ന്യൂനതകളും കുഴപ്പങ്ങളും ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെയുള്ള ആളുകൾ ഇങ്ങനെയും 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 ഒക്കെയാണ് എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടാണ് ഈ രൂപത്തിൽ അവരാളുകളെ പാകപ്പെടുത്തിയെടുത്തത്. നമ്മൾ മാത്രമാണ് ഇവിടെ ശരിയായി നിലകൊള്ളുന്നവർ എന്ന തോന്നൽ സാധാരണക്കാരായ ആളുകളിൽ ഉണ്ടാക്കി ഓരോ ആളുകളുടെയും തലച്ചോറിൻ്റെ ഉള്ളിലേക്ക് രാജ്യത്തിനെതിരെയും രാജ്യനിവാസികൾക്കെതിരെയും ഒക്കെ ഒരു വികാരം ഇട്ടുകൊടുക്കാൻ ഇഖ്വാനുൽ മുസ്ലിമൂൻ പണിയെടുത്തു എന്നാണ് അറബ് നാടുകളിൽ കുഴപ്പങ്ങൾ ഉണ്ടാകാൻ കാരണമായതിൽ ഒരു വലിയ പങ്ക് എന്ന് ഷേഖ് സാലിഹ് ബിൻ അബ്ദുൽ അസീസ് ആലു ഷേഖ് ഹഫിളഹുല്ല പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അറബ് നാടുകളിൽ ഇസ്ലാമിക രാജ്യത്തിനകത്ത് ഇഖ്വാനുൽ മുസ്ലിമൂൻ സ്വീകരിച്ച ഒരു മാർഗം, അതേ രീതിശാസ്ത്രമാണ്, അതേ മെത്തഡോളജിയാണ് നമ്മുടെ നാട്ടിൽ ശുറൂത്തികളായ ആളുകൾ പലപ്പോഴും അവരുടെ നയമായി സ്വീകരിച്ചു വരുന്നത്. ഇവിടെ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇഖ്വാനികൾ മുസ്ലിങ്ങൾ ഭരിക്കുന്ന രാജ്യത്താണ് കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് എതിർക്കപ്പെടേണ്ടതാണ്. എന്നാൽ മുസ്ലിങ്ങൾ ഭരിക്കാത്ത ഒരു രാജ്യത്ത് ഈ ചർച്ച പ്രസക്തമല്ല എന്ന ചിന്ത ആരിലേക്കും വരേണ്ട എന്ന കാര്യം പ്രത്യേകം ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം അത് രാജ്യസ്നേഹമാണ്. ഒരു രാജ്യത്തോട് ആ രാജ്യത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പ്രതിബദ്ധത കാണിക്കുന്ന വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആ ഒരു വിഷയത്തിൽ നമ്മുടെ നാട്ടിലെ മുസ്ലിങ്ങളെ പുറകോട്ട് വലിക്കുന്ന വിഷയത്തിൽ നമ്മുടെ നാട്ടിലെ ശുറൂത്തികൾ അവർ ഇഖ്വാനികളുടെ ഈ ഒരു മൻഹജാണ് സ്വീകരിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ഇഖ്വാനികളുടെ മൻഹജിനോട് ഏറെ സാമ്യമുള്ള നാട്ടിലെ എല്ലാ മസ്ലഹത്തുകളെയും നശിപ്പിച്ചു കളയുന്ന പ്രവർത്തനങ്ങളാണ്, വിശ്വാസങ്ങളാണ് ശുറൂത്തികൾ നമ്മുടെ നാട്ടിൽ നട്ടുവളർത്താൻ വേണ്ടി പരിശ്രമിക്കുന്നത് എന്നതാണ് നമ്മളിവിടെ പറഞ്ഞതിൻ്റെ ഈ വിഷയത്തിൻ്റെ മർമ്മമെന്ന് മനസ്സിലാക്കണം. ഇത് കേവലം ഒരു ആരോപണമല്ല, മറിച്ച് നമ്മുടെ നാട്ടിലെ പല വിഷയങ്ങളിലും ഇവരുടെ സംസാരങ്ങളും ഇവരുടെ സോഷ്യൽ മീഡിയ ഇടപെടലുകളും അത് നിരീക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായി കാണാൻ സാധിക്കുന്ന കാര്യമാണ്. രാജ്യസ്നേഹം എന്നത് ഇത്രമാത്രം പ്രകടിപ്പിക്കാൻ ഇതൊരു ഇസ്ലാമിക രാഷ്ട്രമൊന്നുമല്ലല്ലോ എന്ന രൂപത്തിലുള്ള ഒരു ചിന്താഗതി, അപകടകരമായിട്ടുള്ള ഒരു ദേശവിരോധം, അത് മുസ്ലിങ്ങളുടെ ഹൃദയത്തിൽ കുത്തിനിറക്കാൻ വേണ്ടി പരമാവധി ഈ ശുറൂത്തികളായ ആളുകൾ പരിശ്രമിക്കുന്നുണ്ട്. ഇന്ന് ഇവരുടെ കൂട്ടത്തിൽ അറിയപ്പെടുന്ന ഒരു പ്രഭാഷകൻ, അദ്ദേഹം മുമ്പ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത ഒരു കമൻറ്റ്, നബിദിനത്തിൽ സന്തോഷമാചരിക്കാത്ത, മക്കം ഫത്ഹ് ആഘോഷിക്കാത്ത ആളുകൾക്ക് കാഫിർ രാജ്യത്തിൻ്റെ രൂപീകരണത്തിൽ എന്തൊരു സന്തോഷമാണ് എന്നാണ്. നബിദിനം ആചരിക്കാത്തതുപോലെ, മക്കം ഫത്ഹ് ആഘോഷിക്കാത്തതുപോലെ ഒരു നാടിൻ്റെ
സ്വതന്ത്ര ദിനം ആഘോഷിക്കാൻ പാടുണ്ടോ ഇല്ലേ എന്ന ദീനിയായ ഒരു ചർച്ചയല്ല അദ്ദേഹം അവിടെ കൊണ്ടുവരുന്നത്. മറിച്ച് ആ ശുറൂത്തി സഹോദരന്റെ പ്രസ്താവനയിൽ ഉയർന്നു നിൽക്കുന്നത് ഒരു കാഫിർ രാജ്യത്തിൻ്റെ രൂപീകരണം എന്ന പ്രയോഗമാണ്. സഹോദരങ്ങളെ, ഇവരുടെ ഹൃദയം എത്രമാത്രം അധപ്പതിച്ചു പോയിരിക്കുന്നു എന്നത് നമ്മെ അറിയിക്കുന്ന ഒരു കമൻ്റാണ് അത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. രാജ്യത്തോട് പ്രകടിപ്പിക്കുന്ന അവരുടെ വെറുപ്പിൻ്റെ ആഴം അത് എത്രമാത്രം വലുതാണ് എന്ന് ഈ വക കമൻസുകളൊക്കെ നമുക്ക് കൃത്യമായി മനസ്സിലാക്കി തരുന്നുണ്ട്. യഥാർത്ഥത്തിൽ ശുറൂത്തികൾ പടച്ചുവിടുന്ന ഈ രൂപത്തിലുള്ള പ്രയോഗങ്ങളും മറ്റുമൊക്കെ ഒരു മുസ്ലിമിൻ്റെ രാഷ്ട്രത്തോടുള്ള സമീപനത്തോട് അകൽച്ച ഉണ്ടാക്കാനും പതുക്കെ പതുക്കെ രാജ്യത്തോട് അങ്ങേയറ്റത്തെ വെറുപ്പുളവാക്കുന്ന രൂപത്തിലേക്ക് ഒരു മുസ്ലിമിൻ്റെ ഹൃദയത്തെ മാറ്റിമറിക്കാനും മൂർച്ചയുള്ളതാണ് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ വലാഉ വൽ ബറാഉ പോലുള്ള മഹത്തായ ഇസ്ലാമിക ആശയങ്ങളെ പോലും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് രാജ്യത്തോടുള്ള പ്രകൃതിപരമായ സ്നേഹത്തെ അത് എന്നേക്കുമായി ഇല്ലാതെയാക്കാൻ കഴിയുന്ന രൂപത്തിൽ ഇസ്ലാമിക പ്രമാണങ്ങൾ പരസ്യമായി തെറ്റായി ഉദ്ധരിക്കുന്ന ഒരു ശൈലി ഈ ആളുകളിൽ ഇന്ന് പ്രകടമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ പല സഹോദരങ്ങളും ഈ ആളുകളുടെ ചതിക്കുഴിയിൽ വീഴുകയും അവരുടെ ആശയങ്ങൾ പേറി നടക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ നിലവിലുണ്ട് എന്നതും ഗൗരവമായി തന്നെ ഒരു വിഷയമായി നമ്മൾ കാണേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ വിഷയത്തിൽ പ്രാമാണികമായ ഒരു വ്യക്തത ലഭിക്കാൻ രാജ്യസ്നേഹവുമായി ബന്ധപ്പെട്ട വിഷയം ഇസ്ലാം എന്ത് പഠിപ്പിക്കുന്നു എന്നറിയൽ നമ്മുടെ മേൽ ഒഴിച്ചുകൂടാനാകാത്ത ഒരു കാര്യമായി വന്നിരിക്കുകയാണ്. സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ രാജ്യസ്നേഹം എന്ന വികാരം അത് ഇസ്ലാം അംഗീകരിക്കുന്ന മാനസിക അവസ്ഥയാണോ? എന്താണ് പരിശുദ്ധ ഖുർആൻ ഈ വിഷയത്തിൽ പറയുന്നത്? എങ്ങനെയാണ് മുഫസ്സിറുകൾ അഹ്ലുസുന്നത്തിന്റെ ഉലമാക്കൾ ദേശസ്നേഹവുമായി ബന്ധപ്പെട്ട ആയത്തുകൾ വിശദീകരിച്ചിട്ടുള്ളത്? നമുക്കതിലേക്ക് വിരൽ ചൂണ്ടുന്ന 1-2 ആയത്തുകൾ പരിശോധിക്കാം. ഖുർആനിലെ 9-ാം അധ്യായമായ സൂറത്തു തൗബയിലെ 24-ാമത്തെ ആയത്ത്, അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഖുൽ ഇൻ കാന ആബാഉകും വഅബ്നാഉകും വഇഖ്വാനുകും വഅസ്വാജുകും വഅശീറതുകും. പറയുക, നിങ്ങളുടെ പിതാക്കളും നിങ്ങളുടെ പുത്രന്മാരും നിങ്ങളുടെ സഹോദരങ്ങളും നിങ്ങളുടെ ഇണകളും നിങ്ങളുടെ ബന്ധുകുടുംബങ്ങളുമാണ്. നിങ്ങൾ സമ്പാദിച്ചുണ്ടാക്കിയ സ്വത്തുക്കളുമാണ്. നിങ്ങൾ വിലയിടിഞ്ഞു പോകുമോ എന്ന് ഭയക്കുന്ന കച്ചവടവുമാണ്. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പാർപ്പിടങ്ങളുമാണ്. അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി വജിഹാദിൻ ഫീ സബീലിഹി. അള്ളാഹുവിനേക്കാളും അവൻ്റെ റസൂലിനേക്കാളും അവൻ്റെ മാർഗത്തിൽ ദർഭസമരം ചെയ്യുന്നതിനേക്കാളും നിങ്ങൾക്ക് പ്രിയങ്കരമെങ്കിൽ ഫതറബ്ബസൂ ഹത്താ യഅതി അല്ലാഹു ബിഅംരിഹി. അള്ളാഹു അവൻ്റെ കൽപ്പന കൊണ്ടുവരുന്നത് വരെ നിങ്ങൾ കാത്തിരുന്ന് കാണുക. ഇവിടെ ഈ ആയത്തിൽ മനുഷ്യൻ പ്രകൃതിപരമായി സ്നേഹിക്കുന്ന വ്യക്തികളെയും ഭൗതിക കാര്യങ്ങളെയും ഒക്കെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുന്നത്. അന്നേരം മനുഷ്യൻ സ്നേഹിക്കുന്ന ഈ ഒരു കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വമസാകിനു തർലൗനഹാ, നിങ്ങൾ തൃപ്തിപ്പെടുകയും ചെയ്യുന്ന പാർപ്പിടങ്ങൾ, അഥവാ അള്ളാഹുവിനേക്കാളും റസൂലിനേക്കാളും അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദിനേക്കാളും നിങ്ങൾ ഇതെല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടോ എങ്കിൽ അത് കുറ്റകരമായിട്ടുള്ള കാര്യമാണ് എന്ന. അതല്ലാതെ പ്രകൃതിപരമായ രൂപത്തിൽ ഈ ഒരു ഇഷ്ടം, നമ്മൾ പ്രകടിപ്പിക്കുന്ന ഒരു സ്നേഹം, അത് ഖുർആൻ യഥാർത്ഥത്തിൽ പ്രതിപാദിക്കുന്ന അംഗീകരിക്കുന്ന സ്നേഹമാണ്. മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഈ ഭാഗം വിശദീകരിക്കുമ്പോൾ അക്കാര്യം പറയുന്നുണ്ട്. വമസാകിനു തർലൗനഹാ, നിങ്ങൾ തൃപ്തിപ്പെടുന്ന പാർപ്പിടങ്ങൾ, അതായത് തുഹിബ്ബൂനഹാ ലിതീബിഹാ വഉസ്നിഹാ, അത് നല്ലതായതുകൊണ്ടും മനോഹരമായതുകൊണ്ടും നിങ്ങൾ ആ പാർപ്പിടങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്നാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ പാർപ്പിടങ്ങൾ, നമ്മൾ പാർക്കുന്ന സ്ഥലം, നമ്മുടെ ദേശം, അതിനെയൊക്കെ സ്നേഹിക്കുന്നത് യഥാർത്ഥത്തിൽ മനുഷ്യ സഹജമാണ് സഹോദരങ്ങളെ. അത് മനുഷ്യൻ്റെ പ്രകൃതിയിൽപ്പെട്ട കാര്യമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ അംഗീകരിക്കുന്ന വിഷയമാണ്. സഹോദരങ്ങളെ, ഇതേ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ടാണ് ഷേഖ് സാലിഹ് അൽ ഫൗസാൻ ഹഫിദഹുല്ലാ ഹുബ്ബുൽ വത്തനെ കുറിച്ച് സംസാരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ദർസാണ് തഹ്സീലുൽ ഇന്തിമായി വൽ മുആതനത്തി ശർഇയ്യ. ഈ ദർസിലൂടെ ഷേഖ് ഫൗസാൻ ഹഫിദഹുല്ലാ അദ്ദേഹം പറയുകയാണ്, വഅമ്മാ ഹുബ്ബുൽ വതനി ഫഹുവ ഖളിയ്യത്തുൻ തബീഇയ്യത്തുൻ. രാജ്യസ്നേഹം എന്നത് സ്വാഭാവികമായ പ്രകൃതിപരമായ ഒരു വിഷയമാണ്. അൽ ഇൻസാനു യുഹിബ്ബു വതനഹു ഹുബ്ബൻ തബീഇയ്യൻ. ഒരു മനുഷ്യൻ തൻ്റെ രാജ്യത്തെ
പ്രകൃതിപരമായി സ്നേഹിക്കുന്നു. വതനുഹു അല്ലദീന ശാഫീഹി വദറജ അലാ അർളിഹി, താൻ വളർന്ന് താൻ സഞ്ചരിച്ച ആ നാടിനെ സ്നേഹിക്കുക എന്നത് പ്രകൃതിയിൽപ്പെട്ടതാണ്. യുഹിബ്ബുഹു, താൻ വളരുകയും താൻ സഞ്ചരിക്കുകയും ചെയ്ത ആ മണ്ണിനെ അവൻ സ്നേഹിക്കുന്നുണ്ട്. വയഹിന്നു ഇലൈഹി, അതിലേക്ക് അവൻ ആഗ്രഹിക്കുന്നു, അതിലേക്ക് അവൻ്റെ മനസ്സ് ആഗ്രഹിക്കുന്നു. ഹത്താ വലൗ ബഅദ അൻഹു, അതിൽ നിന്ന് എത്ര ദൂരത്താണെങ്കിലും താൻ വളരുകയും താൻ സഞ്ചരിക്കുകയും താൻ ജീവിക്കുകയും ചെയ്ത ആ നാടിനോടുള്ള ഒരു ഇഷ്ടം എപ്പോഴും ഉണ്ടാകും. അത് പ്രകൃതിയിൽപ്പെട്ടതാണ്. വലിഹാദാ യഖൂലു ശാഇർ, ഇത് ഒരു കവി പറഞ്ഞതുപോലെയാണ്. എന്നിട്ട് ഒരു കവി പാടിയ വരികൾ ഷേഖ് ഉദ്ധരിക്കുകയാണ്. വകം മിൻ മൻസിലിൻ ഫിൽ അർളി യഗ്ലഫുൽ ഫതാ, ഒരു മനുഷ്യൻ ഇഷ്ടപ്പെടുന്ന എത്ര പാർപ്പിടം ഈ ഭൂമിയിലുണ്ട്. വഹനീനുഹു അബദൻ ലി അവ്വലി മൻസിൽ, എപ്പോഴും അവൻ്റെ ആഗ്രഹവും താല്പര്യവും ഇഷ്ടവുമൊക്കെ താൻ ജീവിച്ചു വളർന്ന ആദ്യത്തെ ആ പാർപ്പിടത്തിലേക്കാണ്, ആ നാടിലേക്കാണ് എപ്പോഴും അവൻ്റെ മനസ്സ് ആഗ്രഹിക്കുക. ഫഹുവ ലാ യുലാമു അലാ ഹാദാ, ഈ പ്രകൃതിപരമായ സ്നേഹത്തിൻ്റെ പേരിൽ അവൻ കുറ്റക്കാരനല്ല. ഇല്ല ഇദാ ഖദ്ദമ ഹുബ്ബ വതനിഹി അലാ തഅത്തില്ലാഹി അസ്സ വജല്ല, അള്ളാഹുവിനെ അനുസരിക്കുന്നതിനേക്കാളും തൻ്റെ രാജ്യസ്നേഹത്തെ മുന്തിക്കുകയാണ് എങ്കിലല്ലാതെ അവൻ കുറ്റക്കാരനാകുന്നില്ല. എന്നിട്ട് ഷെയ്ഖ് ഫൗസാൻ ഹഫിദുല്ലാ സൂറത്തു തൗബയിലെ അതേ 24-ാമത്തെ ആയത്താണ് അതിന് തെളിവായി കൊണ്ടുവരുന്നത്. ഫഇന്നല്ലാഹ ജല്ല വഅലാ ഖാൽ ഖുൽ ഇൻ കാന ആബാഉകും വഅബ്നാഉകും വഇഖ്വാനുകും വഅസ്വാജുകും. അപ്പോൾ സഹോദരങ്ങളെ, നമ്മൾ ജനിച്ചു വളർന്ന ഒരു രാജ്യം, ആ രാജ്യത്തെ സ്നേഹിക്കുക എന്ന് പറയുന്നത് അത് പ്രകൃതിപരമായ സ്നേഹമാണ്, അള്ളാഹു അനുവദിച്ച സ്നേഹമാണ്. അള്ളാഹുവിനെ അനുസരിക്കുന്ന വിഷയത്തിൽ അതൊരു തടസ്സമാകാൻ പാടില്ല എന്നത് മാത്രമാണ് അതിൻ്റെ ഒരു നിബന്ധനയായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് രാജ്യസ്നേഹം മാത്രമല്ല, അള്ളാഹുവിനെ അനുസരിക്കുന്നതിൽ നമ്മുടെ പിതാക്കളോടുള്ള സ്നേഹം തടസ്സമായി കൂടാ, നമ്മുടെ മക്കൾ നമുക്കൊരു തടസ്സമായി കൂടാ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ ദാമ്പത്യ ജീവിതത്തിലെ ഇണകൾ, നമ്മുടെ കുടുംബ ബന്ധം, ഇതൊന്നും നമുക്ക് അള്ളാഹുവിനെ അനുസരിക്കുന്ന വിഷയത്തിൽ ഒരു തടസ്സമായി കൂടാ. അതേപോലെ തന്നെ നമ്മളേറെ ഇഷ്ടപ്പെടുന്ന, നമ്മൾ സമ്പാദിച്ചുണ്ടാക്കിയ നമ്മുടെ സ്വത്തുക്കളും നമ്മുടെ കച്ചവടവും, ഇതൊന്നും അള്ളാഹുവിനെ അനുസരിക്കുന്ന വിഷയത്തിൽ നമുക്കൊരു തടസ്സമായി കൂടാ. ഇതേ രൂപത്തിൽ തന്നെയാണ് ദേശസ്നേഹവും നമ്മൾ മനസ്സിലാക്കേണ്ടത്. സഹോദരങ്ങളെ, ഇനി അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് നിസായിലെ 66-ാമത്തെ ആയത്തിലൂടെ പറയുന്ന ഒരു കാര്യമുണ്ട്. വലൗ അന്നാ കതബ്നാ അലൈഹിം, അവരുടെ മേൽ നാം നിയമമാക്കിയിരുന്നു എങ്കിൽ അൻ യഖ്തുലൂ അൻഫുസകും, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ദേഹങ്ങളെ തന്നെ കൊല്ലുവീനെന്ന്, അവ യഖ്റുജൂ മിൻ ദിയാരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വസതികളിൽ നിന്ന് പുറത്തു പോകുവീൻ എന്ന്, മാ ഫഅലൂഹു ഇല്ലാ ഖലീലും മിൻഹും, അവരിൽ നിന്ന് അല്പം ആളുകൾ ഒഴികെ അത് ചെയ്യുന്നതല്ല എന്നാണ്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് സ്വന്തം ശരീരത്തെ കൊലപ്പെടുത്താൻ, അല്ലെങ്കിൽ നമ്മൾ ജനിച്ച നമ്മുടെ നാടും പാർപ്പിടവും ഒക്കെ ഉപേക്ഷിക്കണമെന്നാണ് അള്ളാഹു അവനെ ആരാധിക്കാൻ വേണ്ടി നമ്മുടെ മേൽ നിർബന്ധമാക്കുന്നത് എങ്കിൽ ഇത്തരം കർശന നിയമങ്ങൾ അനുസരിക്കാൻ വളരെ കുറഞ്ഞ ആളുകൾക്ക് മാത്രമാണ് സാധിക്കുക എന്ന, അങ്ങനെയുള്ള കടുത്ത നിയമങ്ങളൊന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ മതത്തിലൂടെ നിർദ്ദേശിച്ചിട്ടില്ല എന്ന് പഠിപ്പിക്കുന്ന ആയത്താണ് ഇത് സഹോദരങ്ങളെ. ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമീൻ റഹ്മഹുല്ലാ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം എഴുതി, വഖൗലുഹു അവ യഖ്റുജൂ മിൻ ദിയാരിക്കും, അള്ളാഹു പറഞ്ഞ നിങ്ങൾ നിങ്ങളുടെ വസതികളിൽ നിന്ന് പുറത്തു പോകുവീൻ എന്ന് പറഞ്ഞത് ഹാദിഹി അയ്ലം മിനൽ ഉമൂരിൽ മക്റൂഹത്തി ലിന്നുഫൂസ്, അതുപോലെ തന്നെ ഈ കാര്യവും മനസ്സുകൾക്ക് വെറുപ്പുണ്ടാക്കുന്ന പ്രയാസകരമായ കാര്യങ്ങളിൽ പെട്ടതാകുന്നു ഇത്. അൻ യഖ്റുജൽ ഇൻസാനു മിൻ ബലദിഹി, ഒരു മനുഷ്യൻ തൻ്റെ നാട്ടിൽ നിന്ന് പുറത്തു കടക്കുക എന്നത്, യദഉ വതനഹു അല്ലദീ ആശ ഫീഹി, താൻ ജനിച്ച ആ സ്വന്തം നാടിനെ ഉപേക്ഷിക്കുക എന്നത്, വയദഉ അംലാകഹു, തൻ്റെ സ്വത്തുക്കളൊക്കെ ഉപേക്ഷിക്കുക എന്നത്, വയദഉൽ അർളല്ലതി കാന യഅരിഫുഹാ, തനിക്ക് പരിചയമുള്ള ആ മണ്ണിനെ ഉപേക്ഷിക്കുക എന്നത്, ഫഇന്ന ദാലിക മിൻ അക്റഹി മാ യകൂനു അലൻ നുഫൂസ്, തീർച്ചയായും മനസ്സുകൾക്ക് ഏറ്റവും വെറുപ്പുള്ള പ്രയാസകരമായ കാര്യമാകുന്നു ഇത്. വഹുവ ശാകുൻ അലൈഹ, അത് അവരുടെ മേൽ ബുദ്ധിമുട്ടായി തോന്നുന്ന ഒന്നാണ്. ഫലൗ ഫറളന അലൈഹിം ദാലിക മൻ ഖാദു ഇല്ലാ ഖലീലും മിൻഹും, അത് അവരുടെ മേൽ നിർബന്ധമാക്കിയിരുന്നുവെങ്കിൽ
അവർ അതിനു മുമ്പിൽ കീഴൊതുങ്ങുമായിരുന്നില്ല. അവരുടെ ഇടയിൽ നിന്നും അല്പം ആളുകൾ മാത്രമായിരിക്കും അതിന് വിധേയരാകുക. അപ്പോൾ തൻ്റെ നാടിനോട് ചേർന്ന് നിൽക്കുക എന്നത് മനുഷ്യ മനസ്സുകളിൽ പ്രിയങ്കരമായിട്ടുള്ള കാര്യമാണ്. അതിന് എതിരായിത്തീരുന്ന കാര്യങ്ങൾ മനസ്സിനെ വേദനിപ്പിക്കുന്ന, മനസ്സിൽ വെറുപ്പുളവാക്കുന്ന കാര്യമാണ് എന്ന കാര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല പരിഗണിച്ചിട്ടുണ്ട് എന്നാണ് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല തൻ്റെ അടിയാറുകളുടെ മേൽ സ്വന്തം ശരീരത്തെ നശിപ്പിക്കാൻ കൽപ്പിക്കാത്തതുപോലെ തന്നെ നമ്മൾ ജനിച്ചു വളർന്ന നമ്മുടെ നാട് അതിനെ ഉപേക്ഷിച്ചുകൊണ്ട് പാർപ്പിടം വിട്ടു പോകണമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ആവശ്യപ്പെടാതിരുന്നത്. ഇനി സഹോദരങ്ങളെ, നമ്മളൊക്കെ ഒരുപാട് തവണ കേട്ട ഒരു മൗലൂആയ കെട്ടിച്ചമച്ച ഒരു ഹദീസുണ്ട്. ഹുബ്ബുൽ വതനി മിനൽ ഈമാൻ, രാജ്യസ്നേഹം അത് ഈമാനിൽപ്പെട്ടതാണ് എന്ന ഹദീസ്. സംശയമില്ല, ഇത് മൗലൂആണ് എന്ന് ഹദീസ് പണ്ഡിതന്മാർ വിധി പറഞ്ഞിട്ടുള്ള ഒരു ഹദീസാണ്. ഈ ഹദീസിന്റെ ചർച്ചയിൽ ഷേഖ് നാസറുദ്ദീൻ അൽബാനി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ അഖീദ സംബന്ധമായ മൗസൂഅയുടെ 4ാമത്തെ വാള്യം അതിൻ്റെ 17-18 പേജുകളിലായുള്ള ചർച്ചയിൽ നമുക്ക് കാണാം, ഹുബ്ബുൽ വതനി മിനൽ ഈമാൻ, രാജ്യസ്നേഹം എന്നത് ഈമാനിൽപ്പെട്ടതാണ് എന്ന ഹദീസ് അത് മൗലൂആണ് എന്ന് ഷേഖ് അൽബാനി റഹിമഹുല്ല പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഈ ഹദീസ് അതിൻ്റെ ആശയതലത്തിൽ തന്നെ ശരിയല്ല എന്ന കാര്യം ഷേഖ് അൽബാനി റഹിമഹുല്ല സമർത്ഥിക്കുന്നത് വളരെ വളരെ പഠനാർഹമായ കാര്യമായി തന്നെ നമ്മൾ മനസ്സിലാക്കണം. ഈ ഹദീസിൻ്റെ നിരൂപണത്തിൽ ഷേഖ് അൽബാനി റഹിമഹുല്ല പറയുന്നുണ്ട്, ഈ ഹദീസിൻ്റെ ആശയം ശരിയല്ല. കാരണം ഇന്ന ഹുബ്ബൽ വതനി കഹുബ്ബിൻ നഫ്സി വൽ മാലി വനഹ്വിഹി, രാജ്യസ്നേഹം എന്നത് തൻ്റെ ശരീരത്തെ സ്നേഹിക്കുന്നത് പോലെ, തൻ്റെ സമ്പത്തിനെ സ്നേഹിക്കുന്നത് പോലെ, അതിന് സമാനമായതിനെ സ്നേഹിക്കുന്നത് പോലെയാണ്. കുല്ലു ദാലിക ഗരീസിയുൻ ഫിൽ ഇൻസാൻ, അതൊക്കെ മനുഷ്യന്റെ പ്രകൃതത്തിലുള്ള നൈസർഗികമായിട്ടുള്ള സംഗതികളാണ്. ലാ യുംദഹു ബിഹുബ്ബിഹി വലാ ഹുവ മിൻ ലവാസിമിൽ ഈമാൻ, അതായത് കേവലം രാജ്യത്തെ സ്നേഹിച്ചത് കൊണ്ട് അവൻ മദ്ഹ് ചെയ്യപ്പെടുകയില്ല. അഥവാ ഒരു രാജ്യത്തെ സ്നേഹിച്ചത് കൊണ്ട് ഒരു വ്യക്തി ശറഈയായി മദ്ഹ് ചെയ്യപ്പെടുകയില്ല. അത് ഈമാനിന്റെ ആവശ്യമായ ഘടകവുമല്ല. അലാ തറ അന്നന്നാസ കുല്ലഹും മുസ്തരികൂന ഫീ ഹാദൽ ഹുബ്ബ്, താങ്കൾ കാണുന്നില്ലേ എല്ലാ ജനങ്ങളും ഈ ഒരു സ്നേഹത്തിൽ ഒരുമിച്ച് കൂടുന്നുണ്ട്, അവരതിൽ പങ്കാളികളാണ്. ലാ ഫർഖ ഫീ ദാലിക ബൈന മുഅ്മിനിഹിം വകാഫിരിഹിം, ആ വിഷയത്തിൽ വിശ്വാസികളെന്നോ അവിശ്വാസികളെന്നോ തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. അപ്പോൾ രാജ്യസ്നേഹത്തിൻ്റെ വിഷയത്തിൽ എല്ലാവരുടെയും വികാരം അത് വിശ്വാസികളായാലും അവിശ്വാസികളായാലും അത് ഒരുപോലെ തന്നെയാണ് എന്നാണ് ഇമാം അൽബാനി റഹിമഹുല്ല പഠിപ്പിക്കുന്നത്. എന്നിട്ട് ഷേഖ് നാസറുദ്ദീൻ അൽബാനി റഹിമഹുല്ല ചോദിക്കുകയാണ്, ഹൽ സഹീഹുൻ അന്ന ഹുബ്ബൽ വതനി മിനൽ ഈമാൻ അം യജൂസു ഹുബ്ബുൽ വതൻ, രാജ്യസ്നേഹം ഈമാനിൽപ്പെട്ടതാകുന്നു എന്നത് ശരിയാകുമോ, അതല്ല രാജ്യസ്നേഹം അനുവദനീയമാണോ? ഫീ ഫർഖിൻ, അതിൽ വ്യത്യാസമുണ്ട്. എന്നിട്ട് ഷേഖ് അൽബാനി റഹിമഹുല്ല വിശദീകരിക്കുകയാണ്, ഒരു കാര്യം അനുവദനീയമാകുന്നു, വേറൊരു കാര്യം അതിന് ഈമാനുമായി ബന്ധമുണ്ടാകുന്നു. ഈമാനുമായി ബന്ധമുള്ള ഏതൊരു കാര്യവും അത് മുസ്തഹബായിട്ടുള്ള കാര്യമാണ്, ഒരു പക്ഷേ അത് പോയി ഫർലായി വരെ പരിഗണിക്കുമെന്നാണ്. എന്നിട്ട് ഷേഖ് പറയുന്നുണ്ട്, രാജ്യസ്നേഹം അത് ഗരീസിയുനാകുന്നു, അത് മനുഷ്യ പ്രകൃതിയിലുള്ള നൈസർഗികമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന. ഏതുപോലെ ജീവൻ നിലനിർത്തുന്നതിനെ സ്നേഹിക്കുന്നത് പോലെ, മരണത്തെ വെറുക്കുന്നത് പോലെ രാജ്യസ്നേഹം മനുഷ്യപ്രകൃതിയിലുള്ള കാര്യമാണ് എന്ന് ഷേഖ് അൽബാനി റഹിമഹുല്ല പഠിപ്പിക്കുന്നത്. അതിനുശേഷം അൽബാനി റഹിമഹുല്ല പറയുകയാണ്, ഫൈദൻ ഹുബ്ബുൽ വതനി അംറുൻ ഗരീസിയുൻ ഫിന്നാസ്, രാജ്യസ്നേഹം എന്നത് ശരിക്ക് ജനങ്ങളുടെ നൈസർഗികമായ ഒരു കാര്യമാണ്. വലിദാലിക ഖാല തആല ഫി ഹഖിൽ യഹൂദ്, അപ്രകാരമാണ് അള്ളാഹു യഹൂദികളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ഷേഖ് അൽബാനി റഹിമഹുല്ല സൂറത്ത് നിസായിലെ അതേ 66ാമത്തെ ആയത്താണ് ഉദ്ധരിക്കുന്നത്. വലൗ അന്നാ കതബ്ന അലൈഹിം, അവരുടെ മേൽ നാം നിയമമാക്കിയിരുന്നു എങ്കിൽ അനിഖ്തുലു അൻഫുസകും, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ദേഹങ്ങളെ തന്നെ കൊല്ലുവീൻ, അവ യഖ്റുജു മിൻ ദിയാരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വസതികളിൽ നിന്ന് പുറത്തു പോകുവീൻ, മാ ഫഅലു, അവരത് ചെയ്യുന്നതല്ല. ലിമാദ, എന്തുകൊണ്ട്? ലിഅന്നൽ ഇൻസാന യതഅല്ലഖു ബിവതനിഹി, കാരണം ഒരു മനുഷ്യന് തൻ്റെ സ്നേഹം ജന്മനാടുമായി ബന്ധിതമാണ്. ഫത്തഅല്ലുഖു ബിൽ വതനി അംറുൻ ഗരീസിയുൻ അംറുൻ തബീഇയുൻ, രാജ്യവുമായി ബന്ധമുണ്ടാവുക എന്നത് നൈസർഗികമായ
പ്രകൃതിദത്തമായ കാര്യമാകുന്നു. എന്നിട്ട് ഈ കാര്യം പറഞ്ഞ ശേഷം മതപരമായ ഹുബ്ബിനെ കുറിച്ച് ഷെയ്ഖ് അൽബാനി റഹിമഹുല്ല പഠിപ്പിക്കുകയാണ്. ഒരു വ്യക്തിയിൽ രാജ്യസ്നേഹം പ്രകടമാകുന്നത് അത് ഇന്ന രാജ്യമായതുകൊണ്ടല്ല അതിനോടുള്ള സ്നേഹം ഉണ്ടാകുന്നത്, അഥവാ തൻ്റെ സ്വദേശം ഫലസ്തീൻ ആയതുകൊണ്ടല്ല ഒരാൾ ദീനീപരമായി ഫലസ്തീനിനെ സ്നേഹിക്കുന്നത്. എന്നിട്ട് ഷെയ്ഖ് അൽബാനി റഹിമഹുല്ല തുടർന്ന് പറയുകയാണ്, ഇസ്ലാമിക പ്രബോധകരുടെ ശബ്ദങ്ങൾ ഉയർന്നുകൊണ്ട് അവർ അഭിമാനപൂർവ്വം പറയുന്നുണ്ട്, ഇസ്ലാമിൻ്റെ മഹത്വത്തിൽപ്പെട്ടതാകുന്നു എല്ലാ മുസ്ലിം നാടുകളും ഒന്നു തന്നെയാണ് എന്ന് പറയുന്നത്. ഇത് മതപരമായി ഇസ്ലാമിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു സ്നേഹമാണ്, സ്നേഹപ്രകടനമാണ്. എന്നാൽ പ്രകൃതിപരമായ നിലക്ക് നാം ചിന്തിക്കുകയാണ് എങ്കിൽ ഒരു മനുഷ്യന് ഫലസ്തീനിനെ മാത്രം സ്നേഹിക്കുക എന്ന ഒരു മാനസികാവസ്ഥ അതുണ്ടാവുകയില്ല. താൻ ജനിച്ചു വളർന്ന രാജ്യത്തെ സ്നേഹിക്കുന്നു, ജനിച്ച ആ പ്രദേശത്തെ താൻ സ്നേഹിക്കുന്നു. അങ്ങനെയുള്ള സ്നേഹം അത് ഈമാനുമായി ബന്ധമുള്ള സ്നേഹമല്ല, മറിച്ച് ഇത് മനുഷ്യപ്രകൃതിയുമായി ബന്ധമുള്ള സ്നേഹമാണ്. അതുകൊണ്ട് നിർബന്ധമായും പ്രകൃതിദത്തമായ ഒരു സംഗതിയെ സ്നേഹിക്കുന്നതും മതപരമായി ഈമാനിൻ്റെ അടിസ്ഥാനത്തിൽ നാം ഒരു സംഗതിയെ സ്നേഹിക്കുന്നതും ഇത് രണ്ടും പരസ്പരം നാം വേർതിരിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് വളരെ കൃത്യമായി ഷെയ്ഖ് അൽബാനി റഹിമഹുല്ല പഠിപ്പിക്കുന്നു. സഹോദരങ്ങളെ, പല കാര്യങ്ങളും ഈ ഒരു വേർതിരിവ് അത് വേണ്ട രൂപത്തിൽ തലയിൽ കയറാത്തത് കൊണ്ടാണ് നമ്മുടെ നാട്ടിലെ ശുറൂത്തികൾ അവർക്ക് പ്രകൃതിപരമായ പല സ്നേഹങ്ങളെയും മനസ്സിലാകാതെ പോകുന്നത്. രാജ്യത്തോട് നമ്മൾ സ്നേഹം കാണിക്കുന്നത്, ആ രാജ്യത്തിലെ ജനങ്ങൾക്ക് വേണ്ടി അതിൻ്റെ ഉന്നമനത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുന്നത്, നമ്മുടെ നാട്ടിലെ സഹോദരങ്ങളുമായി സഹകരിക്കുന്നത്, ഇതൊക്കെ ഒരു തരം അസഹിഷ്ണുതയോടുകൂടി നോക്കിക്കാണുന്ന ഒരു രൂപത്തിലേക്ക് ഫാഷിസ്റ്റുകളെ പോലെ തന്നെ ഇവർ മതം പതിക്കുന്നു എന്നുള്ളത് വേദനയോടെയല്ലാതെ പറയാതിരിക്കാൻ നിർവാഹമില്ല. നമ്മൾ നമ്മുടെ നാടിനെ സ്നേഹിക്കുന്നത് അത് ആത്മാർത്ഥമായിട്ടാണ്. ആ സ്നേഹം ഇസ്ലാമിക കാഴ്ചപ്പാടിൽ ഒരിക്കലും വിമർശന വിധേയമാക്കേണ്ട സ്നേഹമല്ല. ഇതാണ് സലഫി ഉലമാക്കൾ തെളിവുകളുടെ പിൻബലത്തോടു കൂടി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. സഹോദരങ്ങളെ, അമുസ്ലിം രാജ്യത്തെ സ്നേഹിക്കാൻ പറ്റുമോ എന്ന ഒരു ചോദ്യം ഒരിക്കൽ ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫിളഹുല്ല അദ്ദേഹം നേരിടുകയുണ്ടായി. ഈ ചോദ്യത്തിൽ നിന്നൊരു കാര്യം വളരെ വ്യക്തമാണ്, അത് അമുസ്ലിം രാജ്യത്തെ സ്നേഹിക്കാൻ പറ്റുകയില്ല എന്ന ഒരു ചിന്ത ചില ആളുകളുടെ ഇടയിൽ ഉണ്ട് എന്നത് ഈ ചോദ്യം വളരെ വ്യക്തമാക്കുന്നുണ്ട്. ഈ ചോദ്യത്തിന് ഷെയ്ഖ് നൽകുന്ന മറുപടി അൽവാഉൽ ബയാൻ എന്ന ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് കാണാൻ സാധിക്കും. ആ ചോദ്യവും അതിനുള്ള മറുപടിയും എൻ്റെ ഈ സംസാരത്തിൻ്റെ കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ചോദ്യത്തിന് ഷെയ്ഖ് നൽകിയ പ്രസക്തമായ മറുപടിയിൽ നമുക്കിങ്ങനെ കാണാൻ സാധിക്കും, അൽ ഹുബ്ബു നൗആൻ, സ്നേഹം അത് രണ്ടു തരമാണ്. ഹുബ്ബുൻ ഫിത്രിയുൻ തബഈയുൻ യൂജദു ഫിൽ ഖൽബി മിൻ ഗൈരി ഇഖ്തിസാബിൻ, സ്വാഭാവികമായുള്ള പ്രകൃതിദത്തമായുള്ള ഒരു സ്നേഹം അത് ഹൃദയത്തിൽ സ്വയം ഉണ്ടായിരിക്കുന്നതാണ്. ആ സ്നേഹം അത് സ്വയം സമ്പാദിച്ചെടുക്കുന്നതല്ല. വഹാദാ ലാ യുആഖദു ബിഹിൽ ഇൻസാൻ, ഇതിന് മനുഷ്യൻ ഉത്തരവാദിയാക്കപ്പെടുന്നില്ല. ലഅന്ന റബ്ബനാ സുബ്ഹാനഹു വതആല യഖൂൽ, റബ്ബ് സുബ്ഹാനഹു വതആല പറഞ്ഞതുപോലെ ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ, ഏതൊരാളോടും അയാളുടെ കഴിവിൽപ്പെട്ടതല്ലാതെ അള്ളാഹു നിർബന്ധിക്കുകയില്ല. ലഹാ മാ കസബത് വഅലൈഹാ മക്തസബത്, അയാൾ സമ്പാദിച്ചത് അയാൾക്ക് തന്നെ, അയാൾ പ്രവർത്തിച്ചതിൻ്റെ ദോഷവും അയാൾക്ക് തന്നെ. വകൗനുൽ ഇൻസാനി യുഹിബ്ബുൽ മകാനല്ലദീ വുലിദ ഫീഹ്, മനുഷ്യൻ തൻ്റെ ജന്മനാടിനെ സ്നേഹിക്കുന്നു എന്നത് വതറഗ്റാ ഫീഹ്, അവൻ വളർച്ച പ്രാപിച്ച ആ സ്ഥലത്തെ സ്നേഹിക്കുന്നു എന്നത് വനശാ ഫീഹ്, അവൻ വളർന്ന് രൂപം കൊണ്ട് ആ സ്ഥലത്തെ സ്നേഹിക്കുന്നു എന്നത് ഫഹാദ അംറുൻ മൗജൂദുൻ ഫീ ഖൽബിൽ ഇൻസാനി വഫിത്രത്തിൽ ഇൻസാനി മിൻ ഗൈരി ഇഖ്തിയാർ, ഇത് മനുഷ്യൻ്റെ ഹൃദയത്തിലും മനുഷ്യൻ്റെ സ്വഭാവത്തിലും സ്വയം നിലനിൽക്കുന്ന ഒന്നാണ്. ഇത് അവൻ്റെ ഇഖ്തിയാറോടുകൂടി സംഭവിക്കുന്ന ഒന്നല്ല, അവന് തിരഞ്ഞെടുക്കാൻ കഴിയുന്ന ഒന്നല്ല. വഹാദാ കമാ ദക്കറൽ ഉലമാ, ഇത് ഉലമാക്കൾ വ്യക്തമാക്കിയതുപോലെയാണ്. മൗജൂദുൻ ഹത്താ ഇൻദൽ ഹയവാനാത്ത്, ഈ ഒരു സാന്നിധ്യം, ജനിച്ച നാടിനോടുള്ള സ്നേഹത്തിൻ്റെ സാന്നിധ്യം മൃഗങ്ങളിൽ പോലും കാണപ്പെടുന്നതാണ്. ഫൽ ഇൻസാനു യസ്താഖു ഇലാ മറാതിഇസ് സിബാ വനഹ്വി ദാലിക്, അതുകൊണ്ടാണ് മനുഷ്യൻ കുട്ടിക്കാലത്ത് പരിചയിച്ചിട്ടുള്ള സ്ഥലങ്ങളിലേക്കും അതുപോലെയുള്ള മറ്റു കാര്യങ്ങളിലേക്കുമൊക്കെ ആകാംക്ഷ കാണിക്കുന്നത്. വലിദാലിക അദുമ സവാബുൽ ഹിജ്റ, അതുകൊണ്ടാണ് ഹിജ്റയുടെ പ്രതിഫലം വളരെ മഹത്തരമായത്. അതിനുശേഷം സുലൈമാൻ റുഹൈലി ഹഫിളഹുല്ല ഹിജ്റയുടെ മഹത്വവും തൻ്റെ ജന്മനാടിനോടുള്ള ഹിജ്റ ചെയ്തവൻ്റെ മാനസിക അടുപ്പവുമൊക്കെ വിശദീകരിച്ചിട്ട്
ഷേഖ് തുടർന്ന് പറയുകയാണ്, വലൗ കാനത് ഫീ ദിയാരിൽ കുഫ്രി ഹുബ്ബൻ ഫിത്രിയൻ യഖഉ ഫിൽ ഖൽബി മിൻ ഗൈരി ഇക്തിസാബ്. അത് അവിശ്വാസികളുടെ നാട്ടിലായിരുന്നാലും ഫിത്രിയായ സ്വാഭാവിക സ്നേഹം അത് മനസ്സിൽ സ്വയം പ്രാവർത്തികമാകുന്നതായിരിക്കും. ഫഹാദാ ലാ യളുറുൽ ഇൻസാന വലാ യുഖദു ബിഹി. ഈ സ്നേഹം ഒരിക്കലും മനുഷ്യന് ഉപദ്രവം ചെയ്യുന്ന ഒന്നല്ല, അതിൻ്റെ പേരിൽ അവൻ ശിക്ഷിക്കപ്പെടുകയില്ല എന്നാണ് ഷേഖ് സുലൈമാൻ റുഹൈലി ഹഫിളഹുല്ലാ അദ്ദേഹം പഠിപ്പിക്കുന്നത്. അപ്പോൾ സഹോദരങ്ങളെ, പണ്ഡിതന്മാരുടെ ഈ വിശദീകരണങ്ങളിൽ നിന്നെല്ലാം കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഒരാൾക്ക് ജനിച്ചു വളർന്ന രാജ്യത്തോട് സ്വാഭാവികമായ പ്രകൃതിദത്തമായ സ്നേഹമുണ്ടായിരിക്കും. മൃഗങ്ങൾക്ക് പോലും ഈ രൂപത്തിലുള്ള സ്നേഹം ജനിച്ച പ്രദേശത്തോട് ഉണ്ടായിരിക്കുമെന്നാണ് ഉലമാക്കൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാജ്യസ്നേഹം എന്നത് ഇസ്ലാം അംഗീകരിക്കുന്ന ഒരാശയമാണ് എന്നത് വളരെ വ്യക്തമാണ്. ഈ യാഥാർത്ഥ്യം മുമ്പിൽ വെച്ചുകൊണ്ട് ഇസ്ലാം നമ്മോട്, നമ്മുടെ നാടിനോടും നമ്മുടെ ജനങ്ങളോടും നമ്മുടെ സമൂഹത്തോടും ഉത്തരവാദിത്വം പ്രകടിപ്പിക്കുന്നവരാകണം എന്ന് പറയുമ്പോൾ അതിനെയെല്ലാം തകിടം മറിക്കുന്ന ഒരു സ്വഭാവമാണ് ശുറൂത്തികളിൽ നിന്നും പ്രകടമായിക്കൊണ്ടിരിക്കുന്നത്. തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത സ്വഭാവങ്ങളെ കടന്നാക്രമിക്കുന്ന, രാജ്യത്തിനൊരു ഉപകാരവും നൽകാത്ത തീവ്രമായ നിലപാടുകൾ നിങ്ങൾ ശുറൂത്തികൾ ഉപേക്ഷിക്കണം. നമ്മുടെ രാജ്യം ഇന്ന് വലിയ വെല്ലുവിളികൾ നേരിടുകയാണ്. ഫാഷിസത്തിൻ്റെ ന്യൂനപക്ഷ വേട്ട ഒരു ഭാഗത്ത് നടക്കുമ്പോൾ ഭരണഘടനയിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് നമ്മുടെ നാടിൻ്റെ ഭദ്രതയെ ഇല്ലാതെയാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ, വർഗീയതയുടെ അതിപ്രസരങ്ങൾ കാണുമ്പോൾ, രാജ്യവിരുദ്ധ ചിന്തകൾ കൂടി വരുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ സമൂഹത്തിന് വലിയ ഭീഷണിയായി ഇത്തരം കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്ന സമയത്ത് ഒരു രണ്ടാം സ്വാതന്ത്ര്യ സമരം എന്ന് പോലും വിശേഷിപ്പിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഈ രാജ്യത്തുള്ള ഇതര മതസ്ഥരടക്കമുള്ള സുമനസ്സുകൾ നാടിൻ്റെ ക്ഷേമത്തിന് വേണ്ടി രാഷ്ട്രീയ സാമൂഹിക മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ ആ രാജ്യസ്നേഹത്തിൻ്റെ നെടുവീർപ്പുകളെ, ആ സ്പന്ദനത്തെ എന്തുകൊണ്ട് നിങ്ങൾ അവിവേകമായിട്ടുള്ള സംസാരങ്ങളിലൂടെ കെടുത്തിക്കളയാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളത് ഗൗരവത്തോടുകൂടി ഞങ്ങൾ നിങ്ങളോട് ചോദിക്കുകയാണ്. മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും തമ്മിലുള്ള ഐക്യവും സഹകരണവുമൊക്കെ വളർത്തിയെടുക്കേണ്ട സാഹചര്യങ്ങൾ ഇന്ന് നമ്മുടെ നാട്ടിൽ നിലവിലുണ്ട്. ഈ ഒരു അവസരത്തിൽ നമ്മുടെ മതത്തിനും നമ്മുടെ രാജ്യത്തിനും ഒരു മസ്ലഹത്തും നൽകാത്ത നിങ്ങളുടെ അബദ്ധജടിലമായിട്ടുള്ള സംസാരങ്ങളും രീതികളും അവസാനിപ്പിച്ച് ഇഖ്വാനിസത്തിന്റെ ഇത്തരത്തിലുള്ള എല്ലാ അംശങ്ങളും മാറ്റിവെച്ചുകൊണ്ട് യഥാർത്ഥ സലഫിയത്തിലേക്ക് നിങ്ങൾ തിരിച്ചു വരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്നത്തെ ഈ ഒരു സംസാരം ഞാൻ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു നമുക്കേവർക്കും സൽബുദ്ധി പ്രദാനം ചെയ്തു തരുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇന്നൽ ഉലമാഅ ലം യുവർരിസു ദിർഹമൻ വലാ ദീനാറൻ വഇന്നമാ വറത്തുൽ ഇൽം